ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നമ്മൾ പോയ ക്ലാസ്സിൽ 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഇംഗ്ലീഷ് കുറച്ചും കൂടി ഉണ്ട് ഡിസ്കസ് ചെയ്യാൻ, പക്ഷേ ഞാൻ ഇന്നത് ചെയ്യുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇത് തന്നെ ചെയ്യാമെന്ന് വെച്ചു. സോ മെൻ്റൽ എബിലിറ്റി എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക? മെൻ്റൽ എബിലിറ്റിയിൽ നമുക്കിനി വരാൻ പോണ എക്സാമിന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രയായിരുന്നു പറയൂ. അറിയോ അറിയില്ലേ? ഏകദേശം 40. യെസ് കറക്റ്റ് 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക കേട്ടോ. സോ തുടങ്ങിക്കോളൂ. ഫസ്റ്റ് ആദ്യം നമ്മൾ എന്താണ് വായിക്കുന്നത്? പാർട്ട് 1 കുഞ്ഞു പാരഗ്രാഫ്. So direction in question numbers 1 to 4, 4 figures A, B, C, D have been given in each question. ഓരോരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഓഫ് ദീസ് 4 ഫിഗേഴ്സ്, ആ 4 ഫിഗേഴ്സിന് 3 ഫിഗേഴ്സ് ആർ സിമിലർ ഇൻ സം വേ. 3 ഒരു സാമ്യം ഉണ്ടാവും. ആൻഡ് 1 ഫിഗർ ഇസ് ഡിഫറെൻറ്റ്. അതിൽ 4 ഒന്ന് മാത്രം ഡിഫറെൻ്റ് ആയി ഉണ്ടാവും. സെലക്ട് ദ ഫിഗർ വിച്ച് ഇസ് ഡിഫറെൻറ്റ്. ഡാർക്കൻ ദ സർക്കിൾ ഫോർ ആൻസർ ഇൻ ദ OMR ആൻസർ ഷീറ്റ്. ഈ OMR ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ റൗണ്ട് ആയിട്ടുണ്ടാവും കേട്ടോ. ഒരു പേപ്പറിൽ 1 മുതൽ 100 വരെ അല്ലെങ്കിൽ 1 മുതൽ 80 വരെ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് റൗണ്ട് ഉണ്ടാവും, സർക്കിൾസ് ഉണ്ടാവും. ആ സർക്കിൾസിനെയാണ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത്. ബബിൾ ചെയ്യാന്ന് വെച്ചാൽ ഫിൽ ചെയ്യുക വേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് പേപ്പർ തരുന്നുണ്ടാവുക കേട്ടോ. അവർ ആൻസർ വന്ന് നിങ്ങൾ ടിക്ക് ചെയ്യാൻ പാടില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ബബിൾ ചെയ്യാണ് വേണ്ടത്. അത് നമ്മളൊരു ജാനുവരി 1 മുതൽ നമ്മൾ ബബിൾ ചെയ്ത് തുടങ്ങണം. കുറച്ച് നിങ്ങളെ വീട്ടിലാരെങ്കിലും ഈ PSCക്കൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ഉണ്ടാവും ഈ OMR ഷീറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ചെയ്യാവുന്നതന്നെ ഉള്ളൂ. ഒരു വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയം ഇങ്ങനെ ഒരു ബ്ലാങ്ക് ഷീറ്റ് എടുക്കുക. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് 1, 2, 3 അങ്ങനെ 80 വരെ ബ്ലാങ്ക് ഷീറ്റിലിട്ട ലൈനുള്ളതിൽ വേണ്ട. എന്നിട്ട് കുഞ്ഞതായിട്ട് 4 സർക്കിൾ വരച്ച് വയ്ക്കുക. കുഞ്ഞതായിട്ട് 4 സർക്കിള് ഈക്വൽ ഡിസ്റ്റൻസിൽ വരച്ച് വെക്കുക. എന്നിട്ട് ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പോൾ B ആണെന്ന് വെച്ചോളൂ. ഓപ്ഷൻ A, B, C, D. B ആണെന്ന് വെച്ചോളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പേന വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ബബിൾ ചെയ്യാണ് വേണ്ടത്. ഇതാണ് ബബിൾ. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഒരു സ്കെയില് നിങ്ങൾ സ്കെയില് വെക്കണം. എന്തിനാ സ്കെയില് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് മാറിപ്പോകും. ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ നേരെ തന്നെ പോയി ബബിൾ ചെയ്യും. 2 ബബിൾ ഉണ്ടെങ്കിൽ അവർ ആൻസറിനെ ക്യാൻസൽ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ കയ്യിലൊരു പെൻസിലും കൂടി കരുതുക. പെൻസിൽ ഉണ്ടെങ്കിൽ ആ ഒരു പെൻസിലിനെ ഇവിടെ പ്ലേസ് ചെയ്യുക. ഈ ഭാഗത്തുനിന്ന് പ്ലേസ് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ എളുപ്പമാവും നിങ്ങൾക്ക്. ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ മാത്രം തന്നെ എന്നുള്ളത് നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് OMR ഷീറ്റ്. ഇങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് കേട്ടോ. സോ ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? B ആണെന്ന് ദയല്ലേ പറഞ്ഞു. ഓക്കെ, കിഷൻ അവധിക്ക് വേഗം ആൻസർ ചെയ്യണം കേട്ടോ. മൂന്നെണ്ണത്തിനും ഒരു സാമ്യം ഉണ്ടാവും.
ഒന്ന് മാത്രം ഡിഫറെന്റ് ആയിട്ടുണ്ടാവും. പറയൂ, ഏതായിരുന്നു? സി. അവന്തികയും കിഷാനും സി ആണ് പറയുന്നത്. പക്ഷെ ആൻസർ ഏതാണെന്നറിയോ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂവിങ് ജസ്റ്റ് ഒന്ന് നോക്കൂ. ഇപ്പൊ 6 ഇവിടെ ഉണ്ടാ അല്ലേ? ഈ 6 ഈ പിക്ചറിൽ കണ്ട 6 ഇവിടെ വന്നു, ഇവിടെ ആണെങ്കിൽ ഇവിടെ വന്നു അല്ലേ? എസ് ഇവിടെ ഉള്ളത്, എസ് ഇവിടെ എത്തി, പിന്നെ ഇവിടെ എത്തി. മീൻസ് ഇത് ആന്റി ക്ലോക്ക് വൈസിലാണ് ചുഴണ്ട് വരുന്നത്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്ലോക്ക് ഓക്കെ, 12, 1, 2 ഇങ്ങനെ വരുന്നുണ്ടാവും. ക്ലോക്ക് എപ്പോഴും അതിന്റെ സൂചികൾ ഇങ്ങനെയാണ് കറങ്ങുന്നുണ്ടാവുക. പക്ഷെ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറങ്ങുന്നുണ്ടാവുക. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബി സി ഡി ഇതിലൊക്കെ നമുക്ക് ഒരു സാമ്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. ഇതിനൊക്കെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പൊ ഈ 3 ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ 6 ഇതിനും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ 6 ഇവിടെ എത്തി, പിന്നെ വീണ്ടും ഇങ്ങോട്ട് പോയിണ്ടാവും. സോ എക്സിന്റെ അവിടെ 6 എത്തി, അങ്ങനെയാണ്. പക്ഷെ ഇത് നോക്കൂ, ഓപ്ഷൻ എ നോക്കൂ, അങ്ങനെയല്ല വരുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ല വരുന്നത്. വരണമെങ്കിൽ എങ്ങനെ വരണമെന്ന് വെച്ചാൽ, ഈ 6 ഇവിടെ വരണം, ഈ ക്യൂ ഇവിടെ വന്നിരിക്കണം. പക്ഷെ അങ്ങനെയല്ലല്ലോ നെക്സ്റ്റ് പിക്ക് ഉള്ളത്. ഈ 3 പിക്കിനും ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. ആ കണ്ടിന്യൂഷൻ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. പക്ഷെ വ്യത്യസ്തമായത് ഏതാ? ഓപ്ഷൻ എ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. ഓപ്ഷൻ ഡി ആണോ ബി ആണോ? ഡി. അവന്തിക പറഞ്ഞു, ദയ പറഞ്ഞു, കിഷാൻ ഡി. എസ് കറക്റ്റ് ആണ്. എന്ത് കാരണമായിരിക്കാം പറയൂ? ഓപ്ഷൻ ഡി പറയാൻ എന്തായിരുന്നു കാരണം? 3 പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് റീസൺ? റെക്ടാങ്കിൾ അല്ല, അതിന്റെ പേര് ട്രയാങ്കിൾ എന്നാണ്. ട്രയാങ്കിൾ അതിന്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് ഇതിൽ ഫിക്സ് ആയി കിടക്കുന്നു അല്ലേ? ബാക്കിയുള്ളതിലൊന്നും അങ്ങനെയല്ല അല്ലേ കിഷാൻ? അത് കാരണം ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ അല്ല, ക്വസ്റ്റ്യൻ നമ്പർ 3. സി. അവന്തിക സി ആണോ പറഞ്ഞ്? ദയ പറയൂ, ഏതാ ആൻസർ? സി. കിഷാൻ? കിഷാന്റെ ആൻസർ എന്തായിരുന്നു? സി തന്നെ. ഓക്കെ. സോ എന്താ റീസൺ? എന്താ അവിടെ ഉണ്ട്. ഗുഡ്. സോ സി ടി ഐ മാത്രമാണ് ഓപ്ഷൻ എയിലും ബിയിലും ഡിയിലും ഉള്ളത്. പക്ഷെ ഇവിടെ മാത്രം ടി ഇ സി ആണ് ഉള്ളത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്തത് 4th ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എയോ? കിഷാൻ എ പറഞ്ഞു. പിന്നെ ഓപ്ഷൻ ഡി വന്നിട്ട് ദയ പറയുന്നു. അവന്തിക? അവന്തികയാണോ ഡി പറഞ്ഞ്? ഓക്കെ. ദയ എന്താ പറഞ്ഞ്? ഫസ്റ്റ് വൺ. സോ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ നിങ്ങൾ 2 പേരും 3 പേരും പറഞ്ഞതൊക്കെ തെറ്റാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്താ റീസൺ നോക്കാം. സോ ഇതില് 3 എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്. യെസ്, അത് തന്നെയാണ് ആൻസർ. ഇതില് 3 ഉണ്ട്, ഈ ഭാഗത്ത് 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഈ ഭാഗത്ത് 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. പക്ഷെ ഓപ്ഷൻ സിയില് ഇവിടെ 4 ഉണ്ട്, പക്ഷെ ഇവിടെ 3 തന്നെ ഉണ്ട്. അത് കാരണമാണ് ഓപ്ഷൻ സി വന്ന് ശരിയായത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 5 to 8 എ ക്വസ്റ്റ്യൻ ഫിഗർ ഇസ് ഗിവൺ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ഇതാണ് ക്വസ്റ്റ്യൻ ഫിഗർ.
And 4 answer figures marked A, B, C, D are given on the right side. Right side il 4 figure ഉണ്ട്. Select the answer figure which is exactly same as the question figure and darken the circle in the OMR answer sheet against the number corresponding to the question. So അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ നേരെ എന്ത് ഓപ്ഷൻ വരുമോ അത് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടി വരും. സോ ഇത് വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ ഫിഗർ പോലെ ആസ് ഇറ്റ് ഈസ് എന്താണോ വരുന്നത് അതാണ് ആൻസർ. വളരെ എളുപ്പമാണ്. 4 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. എന്നൊക്കെയാണ് ആൻസർ പറയൂ. ഡി ആണ്. അപ്പൊ എല്ലാരും ഡി ആണ് പറയുന്നത്. നോക്കാം. ബിയോ ബി അല്ല കിഷാൻ ബി പറഞ്ഞു. പക്ഷെ ബി അല്ല ആൻസർ. ഓപ്ഷൻ ഡി തന്നെയാണ്. നോക്കൂ, എന്താണോ അത് അങ്ങനെ തന്നെ വരണം. സോ ഈ പാർട്ട് നോക്കൂ, ഇവിടെ സെയിം ആയിട്ടുണ്ട്. ഈ ഒരു ഫിഗർ അല്ലേ ഡി, ഓപ്ഷൻ ഡി മാത്രമല്ലേ നിനക്ക് സെയിം ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഫിഗർ പോലെ? നോക്കി പറയൂ കിഷാൻ, ആണോ അല്ലേ? കിഷാൻ പറഞ്ഞ ബിയില് മേലെ ഇവിടെ ഡോട്ട് വന്നിട്ടുണ്ട്, ഇവിടെ ഇല്ലാലോ അല്ലേ? സോ ബി അല്ല ആൻസർ, ഡി ആണ്. ഇനി 6th ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യൂ. കുറച്ചുകൂടി സൂം ചെയ്ത് കാണിക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ ക്വസ്റ്റ്യൻസ്? സി തന്നെ അല്ലേ? ഓക്കെ, കറക്റ്റ് ആണ്. അത് എളുപ്പത്തിൽ കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്തായിരുന്നു? സി. അവന്തിക സി പറഞ്ഞു. ദയ സി തന്നെയാണ് പറയുന്നത് അല്ലേ? കിഷാൻ പറയൂ, എന്തായിരുന്നു ആൻസർ? സി തന്നെയാണ്. കറക്റ്റ് ആണ്. അതേപോലെ സാമ്യമുള്ളത് ഏതാണെന്ന് നോക്കി പറഞ്ഞാൽ മതി. 8th ക്വസ്റ്റ്യൻ പറയൂ. പെട്ടെന്ന് പറയണ്ടേ, ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? ഇതിനൊന്നും അധികം നേരം കണ്ടെത്താൻ പാടില്ല. വേഗം ആൻസർ ചെയ്യണം. ഓർപ്പിക്കുക അല്ലേ? സി. ഡിയിൽ എന്തായി? ഇവിടെ ഈ സിമ്പലും ഇവിടെ ഈ സിമ്പലും മാറിപ്പോയി. അപ്പോ 8th ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡയറക്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? 9 തൊട്ട് 12 വരെ. There is a question figure on the left side, a part of which is missing. Observe the answer figure A, B, C, D on the right side and find out the answer figure which, without changing the direction, fits in the missing part of the question figure in order to complete the pattern in the question figure. Indicate your answer by darkening the circle in the OMR answer sheet against the number corresponding to the question. എന്താണെന്നറിയോ, ഈ ക്വസ്റ്റ്യനിൽ ഈ പാർട്ട് വിട്ടുപോയിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ അതവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്താൽ ശരിയാവുക, ആ പാറ്റേൺ വന്ന് കംപ്ലീറ്റ് ആവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ പറയൂ. ബിന്ന് ഡി വന്നതായ ആരാ? ഡി പറഞ്ഞത് ആരാ? കിഷാനാണോ? കിഷാൻ ഡി പറഞ്ഞു. ദയ ഏതാ പറഞ്ഞ? ബി. അവന്തിക? ദയ ഡി ആണോ പറഞ്ഞ? ഓക്കെ. അവന്തിക? അവന്തിക പറയൂ. അവന്തിക, നീ ക്ലാസ്സിലുണ്ടോ? ഡി തന്നെയാണോ അല്ലെ ബി ആണോ? ഡി. ഓക്കെ, ഞാൻ ആ ഡീനെ കംപ്ലീറ്റ് ചെയ്യാൻ പോവണേ. ഇങ്ങനെയാണ് വരുന്നത്. മാച്ച് ആവുന്നുണ്ടോ? നിങ്ങൾക്കൊരു ചെറിയ സംശയം വരും. ഒന്നുമില്ല, ഈ പിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ അത് തലകീഴായിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് ഈ ഭാഗം അവിടെ ഫിറ്റാക്കുക വേണ്ടിയിട്ടാണ്. ഇനി ഓക്കെ ആണ്.
ബി ബി ബിയോ? എന്നോട് ഇപ്പൊ ബി ആയോ? ഇല്ല, ഡി തന്നെയാണ് ആൻസർ. ഡി തന്നെയാണ് കേട്ടോ. അല്ല മാം, ഈ താഴത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയൂ. ഏതായിരുന്നു ഓപ്ഷൻ? ഡി ബി. ബി ബി അല്ലേ? ബി ബി ഫോർ ബോയ്. യെസ്, കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ പറയൂ. ഡി 11th ഡി തന്നെയാണോ? അല്ല, ബി ഫോർ ബോയ്. ബി ഫോർ ബി ഫോർ ബോയ്. യെസ്, കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 12th. സി സി എല്ലാം എനിക്ക് കേട്ടു. ഏതായിരുന്നു? എ ബി സി ഡി ഏതായിരുന്നു? സി സി. ആ യെസ്, കറക്റ്റ്. സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 13 to 16 there are 3 question figures on the left side and the space for the fourth figure is left blank. നാലാമത്തെ ഫിഗർ എങ്ങനെയുണ്ട്? ബ്ലാങ്ക് ആയിട്ടുണ്ട്. The question figure on in a series, find out one figure from the among the answer figure given on the right side which occupies the blank space for the fourth figure on the left side and the complete the series. ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഇവിടെ കംപ്ലീറ്റ് ദ സീരീസ് ഉണ്ടെങ്കിൽ ഈ സീരീസിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം നോക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി വരാൻ സമയമെടുക്കും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുക? ഇവിടെ ഒന്ന് ഏതായിരുന്നു ആൻസർ? ബി ഡി ബി ഫോർ ബോയ്. ഇതാണ് ക്വസ്റ്റ്യൻ ഫിഗർ. ഈ 4 എണ്ണം. ഇതില് ഈ ഭാഗത്ത് എന്ത് വരുന്നതാണ് ആൻസർ? എന്തായിരുന്നു ആൻസർ? ബി ഫോർ ബോയ് ആണ് കേട്ടോ. സോ ആദ്യം ആരോ മാർക്ക്, പിന്നെ ആരോ മാർക്കും ഒരു സർക്കിൾ വെച്ചിട്ട് ഒരു ലൈനും, പിന്നെ എന്തായി? ഈ സർക്കിൾ വെച്ച ലൈൻ താഴെ പോയി, താഴേക്ക് ഒരു ആരോ മാർക്ക് വന്നു. അപ്പൊ അടുത്തത് എന്തായിരിക്കും? അപ്പൊ മേലേക്കായിരിക്കും നെക്സ്റ്റ് ആരോ മാർക്ക്, നെക്സ്റ്റ് ആ ബോൾ വെച്ചത് വരിക. കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ ഓപ്ഷൻ സിയോ? നന്നായി നോക്കി പറയൂ. ഡി ഫോർ ഡോഗ്. ഡി ഫോർ ഡോഗ്. നോ, ആൻസർ വന്ന് ബി ആണ്. ബി ഫോർ ബോയ് ആണ്. എങ്ങനെ വന്നു എന്ന് പറയൂ, നോക്കട്ടെ. ആദ്യം ഈ ലൈൻ എന്തായി? താഴോട്ട് പോയി അല്ലേ? ഇതോ മേലോട്ട് പോയി, സെന്ററിൽ വന്നു. ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇതിന് 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു. അടുത്തതിൽ 2, 3, 1 എന്നായി. അടുത്തതാണെങ്കിൽ 1 എന്താവും? 3 മേലെ വരും അല്ലേ? 3, 1, 2 എന്ന് വരും. കറക്റ്റായില്ലേ? അടുത്തതാണെങ്കിൽ ഇനി എന്തോ ആവും? ഫസ്റ്റ് ഫിഗർ പോലെ തന്നെ വരില്ലേ? 1, 2, 3 ഇങ്ങനെയല്ലേ വരിക? നോക്കൂ. 1, 2, 3. 1 കട്ടായി, 1നെ താഴെ കൊണ്ടുപോയി 2, 3 ആയി. 2നെ താഴെ കൊണ്ടുപോയി 3, 1 ആയി. ഇനി 1 ഈ പറഞ്ഞ 3നെ താഴെ കൊണ്ടുപോകണം. അപ്പോൾ 1, 2 എന്നാവും. 1, 2, 3 ആണ് ആൻസർ. അപ്പോൾ 1, 2, 3. 1 ഏതായിരുന്നു? ഈ ഫിഗർ. 2 ഏതായിരുന്നു? ഈ ഫിഗർ. 3 ഏതായിരുന്നു? ഈ ഫിഗർ. സോ ഈ ഫസ്റ്റ് ഫിഗർ പോലെ ആയിരിക്കണം ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 15ാമത്തെ ക്വസ്റ്റ്യൻ. D for dog. D. D. D for dog. 15ാമത്തെ ക്വസ്റ്റ്യൻ. പക്ഷെ ആൻസർ സി ആണ്.
എങ്ങനെ വന്നു പറയൂ? ആന്റി ക്ലോക്ക് വൈസിൽ പോയിരിക്കുകയാണ് കേട്ടാ. ഈ ഭാഗം മേലേക്ക് എത്തി, പിന്നെ ഇങ്ങോട്ട് വരും, പിന്നെ താഴോട്ടാണ് പോണ്ടത് അല്ലേ? നോക്കൂ, കാണിച്ചു. അപ്പൊ ഇങ്ങനെ അടുത്ത ഫിഗറിൽ എന്താ, ഇത് ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്, ഇതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ട് കേട്ടാ. സോ ഇത് ഈ ഭാഗം മേലോട്ട് പോയി, ഈ ഭാഗം ഇങ്ങോട്ട് ഇതായി, അപ്പൊ ഇത് താഴോട്ട് വരും. അടുത്തത് ഈ ഭാഗം ഇങ്ങോട്ട് പോയി, അപ്പൊ ഇത് ഈ ഭാഗത്ത് വരും. തിരിച്ച് ഇത് താഴോട്ട് വരുമ്പോൾ ഈ ഭാഗം ഇങ്ങനെയാണ്. മൊത്തത്തിൽ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് എന്നാണ് പറയാ. ആന്റി ക്ലോക്ക് വൈസ്. മനസ്സിലായോ ഇത്? മനസ്സിലായി. ഈ 16th ക്വസ്റ്റ്യൻ പറയൂ. B for boy. D for boy. B. Man B. ശരിയാണ്. Man B. അതിന് എളുപ്പമായി അല്ലേ? ഓക്കെ, കറക്റ്റാണ്. ദയ മനസ്സിലായടാ? ഓക്കെ. So next part 5 ആണ് direction in question number 17 to 20. There are two sets of two question figure each. The second set has an interrogation mark. Interrogation mark എന്ന് പറഞ്ഞാൽ question markനെയാണ് അവർ അങ്ങനെ പറയുന്നത്. There exists a relationship between the first two question figure. Similar relationship should exist between the third and fourth figure. Question figure. ഇതിന്റെ പേര് അനോളജി എന്നാണ് പറയാ. ഫസ്റ്റ് ടു ഫിഗർ സെയിം ആയിരിക്കും, അതേപോലെ സെക്കൻഡ് ടു ഫിഗർ സെയിം ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ ഇതിനും ഇതിനും എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഇതിനും ഇതിനും അതേപോലെ സെയിം റിലേഷൻഷിപ്പ് ഇവിടെയും വരണം. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഇപ്പോ 1 ഇവിടെ 2 ആണ് എങ്കിൽ 21 ഇവിടെ എന്ത് വരും എന്ന് ചോദിച്ചാൽ ഈ 1ന്റെ കൂടെ 1നെ കൂട്ടിയാലല്ലേ 2 വരുന്നത്. അതുപോലെ 21ന്റെ കൂടെ 21നെ കൂട്ടിക്കഴിഞ്ഞാൽ 42 ആൻസർ വരാം. ഓക്കെ, അങ്ങനെ അതേപോലെ 1ന്റെ കൂടെ 1നെ കൂട്ടിയാൽ 2 വന്ന പോലെ 21ന്റെ കൂടെ 1നെ കൂട്ടിയാൽ 22, ഇങ്ങനെയും ആൻസർ വരാം. പല പല മെത്തേഡാണ്. നമുക്ക് ഏതാണ് അവിടെ ആൻസറിൽ വന്നിരിക്കുന്നത് നോക്കുക, മാച്ച് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. സോ നോക്കൂ ഏതായിരിക്കും. B for boy. B for boy. B. ആണോ? എന്തായിരുന്നു ആൻസർ വന്നിക? B അല്ല. D for dog. നോ, അത് B. C ആണ് ആൻസർ. മാം C ആണോ? ആ, C തന്നെയാണ്. എന്തായിരിക്കും റീസൺ പറയൂ? അതേപോലെ തിരിഞ്ഞു വന്നു. യെസ്, കറക്റ്റ്. ഈ ഭാഗം താഴോട്ട് പോയി, ഈ ഭാഗം മേലോട്ട് പോയി, അതുപോലെ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി, ഇത് റൈറ്റ് സൈഡിലേക്ക് പോയി. അത് നമ്മൾ തിരിച്ചാണ് വരയ്ക്കേണ്ടത്. ഈ ഭാഗം ലെഫ്റ്റിലേക്ക് വന്നു, ഈ ഭാഗം റൈറ്റിലോട്ട് പോയി. ഇനി താഴെ, ഈ താഴത്തെ ഭാഗം മേലോട്ടും മേലത്തെ ഭാഗം താഴോട്ടും. അപ്പോൾ ആൻസർ ചെയ്ത ഓപ്ഷൻ സി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഫിഗർ 18 എന്തായിരിക്കും ആലോചിച്ച് പറയും. ഡി. ഡി എന്ന് കിഷാൻ പറയുന്നു. ഏതാണ് ആൻസർ? അവന്തിക, ദയ പറയൂ. ഇത് കുറച്ചൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഡി സോറി സി. സി. സി ആരാ സി പറഞ്ഞു? ദയ. ദയ, അവന്തിക രണ്ടുപേരും പറഞ്ഞു അല്ലേ. കിഷാണ് ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർക്കിൾ ഉണ്ട് അല്ലേ. ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് സർക്കിളാണ് തന്നിട്ടുള്ളത്.
അല്ലെ. പിന്നെ പുറത്തും സർക്കിളാണ് തന്നിട്ടുള്ളത്. പിന്നെ ഈ ബോൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ വെർട്ടിക്കൽ ലൈൻ എന്നാണ് പറയാ. ഇതിനെ ഹൊറിസോണ്ടൽ ലൈൻ എന്നാ പറയാ. ഇതിനെ വെർട്ടിക്കൽ ലൈൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ വെർട്ടിക്കൽ ലൈനായിട്ട് തന്നെ ഇവർ അറേഞ്ച് ചെയ്തു ഈ സർക്കിളിനെ. അതുപോലെ ഇത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ ഫിഗർ ആ വരുന്ന ഈ ഈ ഈ ഭാഗം എന്താണ്, ഒരു സ്ക്വയർ അല്ലേ. അപ്പൊ നമ്മുടെ ബോക്സിന്റെ ഉള്ളിലും സ്ക്വയർ തന്നെ വേണം. അത് എങ്ങനെ അറേഞ്ച് ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ വേണം അറേഞ്ച് ആവാൻ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അല്ല സോറി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഉള്ളില് സർക്കിൾ, പുറത്തും സർക്കിള്. അപ്പോ ഈ ആൻസർ കിട്ടി. ഇവിടെ ഉള്ളില് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഉള്ളിലും സ്ക്വയർ തന്നെ കിട്ടണം കേട്ടോ. അതാണ് ഡി ഇല്ലാതെ ആയത്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 19 ചെയ്യും. Question number 19 ഓപ്ഷൻ ബി എ എന്ന് പറയുന്നു, ബി എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. മാം ബി 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 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. എന്തായിരുന്നു റീസൺ? ഈ ഭാഗത്തുള്ള സാധനത്തിനെ തനിച്ച് പുറത്താക്കി അല്ലേ. അതുപോലെ ഈ ഭാഗത്തുള്ള സാധനത്തിനെ ഇതേപോലെ നമ്മൾ തനിച്ച് പുറത്താക്കണം. ഏത് ഓപ്ഷനിലാണ് ഉള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 20. മിറർ ഇമേജ് ആണ്. യെസ്, കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. In a question number 21 to 24, one part of a geometrical figure, triangle and square and circle is on the left side as question figure. ഇതൊക്കെ ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത് ക്വസ്റ്റ്യൻ ഫിഗർ ആയിട്ട്. ആൻഡ് the other one is among the four answer figure A, B, C and D on the right side. Find the figure on the right side that completes the geometrical figure and darken the circle in the OMR answer sheet against the number corresponding to the question. ഇത് ജോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ എന്നാണ് പറയാ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് പറയും? ജോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ. ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എന്തൊക്കെ ഷേപ്പില് വരികയെന്ന് പറഞ്ഞെങ്കിൽ ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ. ഇതിന് ട്രയാങ്കിളിനെ ഇത് ക്ലോസ് ചെയ്യണം. ഇത് സ്ക്വയർ, ഇതും സ്ക്വയർ ആക്കി എന്താ പറയാ കംപ്ലീറ്റ് ആക്കാം. ഇതിനെ സർക്കിൾ ആക്കി ഇത് സർക്കിൾ ആക്കി കംപ്ലീറ്റ് ആക്കുമ്പോൾ ഈ ഭാഗമാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഭാഗം എവിടെ വന്നിട്ടുണ്ട്? ഈ ഒരു ഭാഗം ഏതാണ് വന്നിട്ടുണ്ട്. അതേപോലെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം എവിടെ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയൂ. ഏതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ? ഡി എന്തായാലും ഇല്ല. ഡി വന്ന് ഷാർപ്പായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, അത് വരില്ല എന്തായാലും. ഏതായിരിക്കും ആൻസർ? ബി ഫോർ ബോയും വരില്ല. വരുവോ? ഞാനൊന്ന് വായിച്ചു നോക്കാം. സി അല്ലേ വരിക? നോക്കാട്ടോ. ഇപ്പൊ പറയൂ ഏതാണ്? സി ആണ് വരിക കേട്ടോ. ഓപ്ഷൻ അല്ലല്ല സോറി, ഓപ്ഷൻ ബി ആണ് വരിക. അപ്പല്ലേ നമുക്ക് ഇതാ ഈ ഭാഗമൊക്കെ ഫില്ലായി വരല്ലോ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബി ഫോർ ബോയ് ആണോ? ഡി ഫോർ ബോയ് അല്ല. ബി ഫോർ ബോയ് അല്ല, അതല്ല. ഡി ഫോർ ഡോഗ്. ഡി ഫോർ ഡോഗ്. നോക്കൂ, ഇത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കൂ, അപ്പൊ തന്നെ മനസ്സിലാവും. സ്ക്വയർ ഷേപ്പിലേക്ക് കംപ്ലീറ്റ് ചെയ്യും. കണ്ട, ഇങ്ങനെ ഒരു ഷേപ്പ് അല്ലേ വരുന്നത്? ഇതിലല്ലേ വരുന്നത് ഓപ്ഷൻ ഡിയില്. ദയ, കിഷാൻ, അവന്തിക ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടാ? 23rd ആൻസർ ചെയ്യൂ. 23rd
സി സി കറക്റ്റ്. അത് പെട്ടെന്ന് കിട്ടിയിട്ടായിരിക്കും അല്ലേ സി. ഇതാ ഈ ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ 24. എ എ എ എ ആണോ? ഒന്നുകൂടി നന്നായി നോക്കൂ. ഡി ഡി എ ആണ് എങ്കിൽ ഇത് ഷാർപ്പായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആവണ്ടേ, ഇങ്ങനെയല്ലേ? മാം ബി ആണോ? ബി ആണ് ആൻസർ. മാം ഡി ഫോർ ഡോഗ് അല്ല, ബി ആണ്. ബി ആണ് ആൻസർ. നോക്കൂ അതെങ്ങനെയാണെന്ന് കാണിച്ചത്. ഇതിനെങ്ങനെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യൂ. ഇപ്പൊ പറയൂ ഏതാണ് ആൻസർ? ബി ബി ഇങ്ങനെ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. In question number 25 to 28, there is a question figure on the left side and 4 answer figure marked A, B, C, D are given on the right side. Select the answer given figure which is exactly the mirror image. Mirror image ആണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിലാണ് പഠിക്കാം. എ ആണോ? ഇതൊക്കെ ഓർമ്മയുണ്ടോ? മിറർ ഇമേജിലെ ഏതൊക്കെ ലെറ്റർ ഒരേപോലെ വരും, ഏതൊക്കെയാണ് വരാത്തത് എന്നുള്ളതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ മിറർ ഇമേജ് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കാണാം. നമ്മളുടെ സൈറ്റിൽ തന്നെ ഉണ്ട്, എല്ലാ ക്ലാസ്സും ഉണ്ട്. നിങ്ങളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വരും. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു കുട്ടി പോലും കണ്ടിട്ടില്ല ക്ലാസ്സുകൾ, റിപ്പീറ്റ് ക്ലാസ് കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ ഇനി വെക്കേഷൻ ആണ്, ഇരുന്ന് കാണാം. മാത്സ് ക്ലാസ്സസ് ഇരുന്ന് കാണാം. എന്നിട്ട് ലൈക്ക് അടിക്കാൻ വേണം. ലൈക്ക് അടിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾ കണ്ടു എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. സോ ലൈക്ക് അടിക്കുക. പിന്നെ കണ്ടു എന്ന് പറഞ്ഞ് താഴെ മെസ്സേജും ഇടുക. എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കണം. നോക്കൂ, മാത്സ് ഇനി ഞാൻ എടുക്കില്ല. മാത്സിൽ ഇനി എടുക്കാത്ത പോർഷൻസ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ. എടുത്തത് തിരിച്ച് ഇനി ഞാൻ എടുക്കാൻ പോകുന്നില്ല. സോ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഒന്നും കൂടി കണ്ടാലേ അതിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കുക. സോ ആ ക്വസ്റ്റ്യനെ നല്ലപോലെ തറവാക്കുക കേട്ടോ. സോ ഇതില് ഓപ്ഷൻ വന്നിട്ട് 25ാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻ ഏതാ പറഞ്ഞേ? എ കറക്റ്റ് ആണ്. ഇനി 26 ഏതായിരിക്കും? നോക്കൂ, മിറർ എപ്പോഴും ശ്രദ്ധിക്കണം. ഏത് ഭാഗത്താണ് ഒരു മിറർ വെച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. നമ്മളുടെ ആൻസറിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് സൈഡിലും ആയിട്ടാണ് വരേണ്ടത്. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. 27 പറയൂ. 27 ഓപ്ഷൻ എ. 28 ആണോ? ഒന്നുകൂടി മിറർ ഇവിടെയാണേ. മിറർ ഇവിടെയാണേ. അപ്പൊ ഇതേ ഭാഗം ഇവിടെ വരില്ല മിററില്. എ അല്ല. ബിയില് ഈ ഭാഗം താഴോട്ടാണ് നോക്കി നിൽക്കുന്നത്. ഇത് ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഈ ലാസ്റ്റ് ഇവിടെ ലാസ്റ്റ് ആയിട്ട് വരും, ഈ ഭാഗം ഇവിടെ ഫസ്റ്റ് ആയിട്ട് വരും. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ലെഫ്റ്റ് ഹാൻഡ്, ഇത് റൈറ്റ് ഹാൻഡ്. ഇവിടെ എന്തായി? ഇത് ലെഫ്റ്റ് ഹാൻഡ് ഈ ഭാഗത്ത് മിറർ ഇമേജിൽ ഈ ഭാഗത്തേക്ക് മാറി, റൈറ്റ് ഹാൻഡ് ഇങ്ങോട്ടും മാറി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അടുത്ത ക്വസ്റ്റ്യൻ. ദയ പോകാൻ സമയമായോ അമ്മയ്ക്ക്? കുഴപ്പമില്ല. 40 വരെ മാത്രം ചെയ്യാട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോവാം. സോ ക്വസ്റ്റ്യൻ.
Question number 29 to 32. A piece of paper is folded and punched as shown in the question figure on the left side, and 4 answer figures marked A, B, C, D are given on the right side. Select the answer figure which indicates how the paper will appear when opened. Unfold ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാവുക? Indicate your answer by darkening the circle in the question OMR answer sheet. ഇതിനെ ഒരു കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യൂ, എന്നിട്ട് ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് ഇട്ട് തരാം. മിസ് ഇതെല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയല്ലേ? ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയല്ലേ? എന്താണ് നീ ക്വസ്റ്റ്യൻ എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഈ ക്വസ്റ്റ്യൻ ഒക്കെ മെന്റൽ ചോദിച്ചില്ലേ? ഏതില് ചോദിച്ചിട്ടില്ല? 2024 2024 ചോദിച്ചില്ല. 2024 ക്വസ്റ്റ്യൻ പേപ്പറിലാണോ പറയുന്നത്? ആ ചിലപ്പോ ചോദിക്കും, ചിലപ്പോ ചോദിക്കില്ല. പക്ഷെ നമ്മള് എങ്ങനെയാ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഇത്തവണ ഇപ്പൊ 2024 മിറർ ഇമേജ് ചോദിച്ചില്ല എങ്കിൽ ചിലപ്പോ നമുക്ക് 2025 ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പോർഷൻ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിട്ട് പോകുക തന്നെ വേണം. അവിടെ പോയിട്ട് അറിഞ്ഞില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും. സോ ഉള്ള പോർഷൻസ് നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകണം. ഇതൊക്കെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്, മനസ്സിലാക്കിയിട്ട് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. സോ നമ്മുടെ പേപ്പർ എങ്ങനെയാ ഉള്ളത്? ഇങ്ങനെ ഉണ്ടായിരുന്ന പേപ്പറിനെ ഇവരിങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്തു. അതുപോലെ നോക്കൂ, ഏതാണ് നോക്കൂ. B for boy. B for boy. 29th അല്ലേ? യെസ്, കറക്റ്റ്. ഈ ഒരു പോർഷൻ നമുക്ക് കുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഇവിടെ വരും, പിന്നെ ഇവിടെ വരും, പിന്നെ ഇവിടെ വരും. സോ ആൻസർ ഓപ്ഷൻ ബി. 30th ക്വസ്റ്റ്യൻ പറയൂ. C. എഡ്ജസ് നോട്ട് ചെയ്താലേ നിങ്ങൾക്ക് ആൻസർ കിട്ടും അല്ലേ? ഇതേ എഡ്ജസ് ആണ് ഈ 4 ഭാഗത്തും ഇവിടെ ഇവിടെയൊക്കെ വരിക. സോ ഓപ്ഷൻ സി ഉറപ്പിക്കുക അല്ലേ? 30th സി തന്നെയാണ്. ഇനി 31. അതും സിയാ? ശരിയാണ്. ഇത് കാണുമ്പോൾ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നും. പിന്നെ ഇതാണ് നമുക്ക് ഈ റെക്ടാംഗിൾ ആയിട്ട് ക്രിയേറ്റ് ആയി വരുന്നത്. കറക്റ്റാണ്. 32 ഓപ്ഷൻ എ. സൂപ്പർ. എന്താ വെച്ചാൽ ഇവിടെ ഒരു ലൈൻ ഇട്ട് കൊടുത്തു എങ്കിൽ ആ ലൈന് ഇവിടെ 4 ഭാഗത്തും വരുന്നുണ്ടാവും. ഓപ്ഷൻ എ കറക്റ്റാണ്. എന്താടാ ഓക്കെ, എന്നാ മതിയാക്കാം കേട്ടോ എന്നാ ക്ലാസ്.